ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. സങ്കീർത്തനം 138:3 ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞാനിതാ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ എനിക്ക് ശക്തി വേണം. എൻ്റെ കുടുംബത്തിന് വേണ്ടി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ എനിക്ക് ശക്തി വേണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. നിന്റെ കുടുംബത്തിന് വേണ്ടി ത്യാഗമെടുക്കാൻ ഈ കാലഘട്ടത്തിൽ നീ തയ്യാറാവുക. നിന്റെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവരുടെ ആത്മാക്കളുടെ നിത്യശാന്തിക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തയ്യാറാവണം. നിന്റെ കുടുംബത്തെ പീഡിപ്പിക്കുന്ന തിന്മകളുടെ മേൽ അധികാരം ലഭിക്കുന്നതിന് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തയ്യാറാവണം. നിന്നെയും എന്നെയും പീഡിപ്പിക്കുന്ന ദുശീലങ്ങളുടെ അനുസരണക്കേടിൻ്റെ ദുരാത്മാവിനെ എതിർത്ത് തോൽപ്പിക്കാൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തയ്യാറാവണം. നിന്റെ കുടുംബത്തെ ഏതെങ്കിലും തിന്മയുടെ നാരക ശക്തികൾ പിടികൂടുന്നുണ്ടെങ്കിൽ നീ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തയ്യാറാവണം. എന്ന് പറഞ്ഞാൽ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങും. നിന്റെ കുടുംബത്തെ സ്വർഗം പരിരക്ഷിക്കും. ജോബിന്റെ പുസ്തകം 1:10 ജോബിനും ജോബിന്റെ കുടുംബത്തിനും സമ്പത്തിനും ചുറ്റും സംരക്ഷണ വേലി കെട്ടിയ ദൈവം നിന്റെ മേലും ഇടപെടും. ഓ, ദൈവത്തിന്റെ ആത്മാവ് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ മേൽ അത്ഭുതകരമായ കൃപ, ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ദാനധർമ്മത്തിന്റെയും അഭിഷേകം ദൈവജനത്തിന്റെ മേൽ ഒഴുകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ആരാധന, ആരാധന, ആരാധന. ആമേൻ. നിങ്ങളുടെ കുടുംബത്തില് കാലങ്ങളായി എന്തെങ്കിലും പീഡകളുണ്ടോ? ഒരുപക്ഷെ മുൻ തലമുറയിൽപ്പെട്ട ആരുടെയെങ്കിലും ഒരു ദുഷ്പ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തെ പീഡിപ്പിക്കുന്നുണ്ടോ? ഈ കാലഘട്ടത്തിൽ നിന്റെ കുടുംബത്തിലുള്ള വിഷമം എന്താണ്? ഒരുപക്ഷെ ജീവിത പങ്കാളിയോ മക്കളോ മാതാപിതാക്കളുടെയോ വഴിതെറ്റിയ ജീവിതം, അനുസരണക്കേട്, അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ദുശീലം നമ്മുടെ കുടുംബത്തിലൊരു പീഡയായി മാറിയിട്ടുണ്ടോ? പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ സ്വഭാവത്തിൽ ഏത് മേഖലയിലാണ് വിശുദ്ധീകരണം വേണ്ടത്? ഒരുപക്ഷെ എത്ര കുമ്പസാരിച്ചിട്ടും വിട്ടുമാറാത്ത ചില ദുശീലങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. ചില ബന്ധ തകർച്ചകളുണ്ടാവും. ഈശോയെ, ഈ ആരാധന സമയം ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ മേൽ അത്ഭുതകരമായൊരു ദൈവീക ഇടപെടൽ സംഭവിക്കണമേ. ആഗ്രഹിച്ച് നമുക്ക് ഒരുമിച്ച് നിയോഗം സമർപ്പിച്ച് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം നൽകി എന്നെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് കരങ്ങൾ കൂപ്പി അൾത്താരയിലുള്ള ഈശോയെ നോക്കി പ്രാർത്ഥിക്കൂ. പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൽ നിന്റെ വീട്ടിൽ വേണ്ട അനുഗ്രഹം, നിന്റെ വ്യക്തി ജീവിതത്തിൽ വേണ്ട അനുഗ്രഹം ഇതാ സമർപ്പിക്കുകയാണ്. കർത്താവേ, ഇന്ന കാര്യങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ചില ദൈവീക ഇടപെടലുകൾ വേണം. നാളുകളായുള്ള ചില തടസ്സങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ പീഡിപ്പിക്കുന്നു. നാളുകളായുള്ള ചില അസ്വസ്ഥതകൾ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തെ പീഡിപ്പിക്കുന്നു. ചില കാര്യങ്ങൾക്ക് വേണ്ടി നൊവേന നോറ്റും പ്രാർത്ഥന നേർച്ച കാഴ്ചകൾ നടത്തിയും മടുത്തിരിക്കുന്നവരുണ്ടാവും. ഇത് സമർപ്പിച്ചോ. അനുഗ്രഹിക്കപ്പെടുന്ന ദിവസങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോവുക. തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കണം. നമ്മൾ ശരീരത്തിൽ തീരുമാനമെടുത്താൽ, ത്യാഗമെടുത്താൽ അത് നിന്റെ കുടുംബത്തിൽ ഇടപെടും. കണ്ണടച്ചോളൂ. 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച്, കർത്താവേ, ശരീരത്തിൽ ത്യാഗമെടുത്ത് എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറാകുന്നു.
എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ തീരുമാനം നീ എടുക്കുന്നതനുസരിച്ച് നിന്റെ മേൽ അത്ഭുതകരമായ കൃപകൾ ഒഴുകും. മകനെ ഓർത്ത് കരയുന്നൊരമ്മ, അമ്മേ, അമ്മയുടെ കണ്ണുനീരിന് ഉത്തരമുണ്ട്. അമ്മേ, പ്രാർത്ഥന ഒരിക്കലും വെറുതെ ആവില്ല. ഞാൻ നീണ്ട നാളുകൾ ഉപവസിച്ചിട്ടും എന്തേ എൻ്റെ മകനിൽ മാറ്റമില്ല എന്നല്ലേ അമ്മ ചിന്തിക്കുന്നത്? അമ്മയുടെ കണ്ണുനീരിന് ഈ അടുത്ത നാളുകളിൽ അമ്മ ഉത്തരം കാണും. കൺവെട്ടത്ത് ഉത്തരം കാണും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോളൂ. അസ്വസ്ഥപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. വിദേശത്ത് പോകാനുള്ള പലതരത്തിലുള്ള പരീക്ഷകൾ എഴുതിയിട്ടും അതൊന്നും ഫലപ്രദമായില്ല. എന്തിനാ മോളെ നീ സങ്കടപ്പെടുന്നത്? നിന്റെ മുമ്പിൽ കർത്താവ് ഒരു വഴി തുറക്കുന്നു. നിനക്ക് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ ഒരു മനസ്സുണ്ടോ? അതിൽ ദൈവം ഇടപെടും, അത്ഭുതകരമായിട്ട് ഇടപെടും. ശരീരത്തിന്റെ സുഖത്തെ തോൽപ്പിക്കാനുള്ള ഒരു തീരുമാനം, ശരീരത്തിന്റെ സുഖത്തെ തോൽപ്പിച്ച് ആത്മീയമായി വളരാനുള്ള തീരുമാനം. 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് നീ എടുക്കുന്ന തീരുമാനം ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിച്ചോ. ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ തീരുമാനം എടുക്കും, അടുത്ത സെക്കൻഡിൽ നമ്മളത് മറന്നു പോകാം. നമ്മൾ ക്ഷീണിച്ചവരാണ്, ബലഹീനരാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിന്നെ കത്തും, നിന്റെ മേൽ കത്തിപ്പടരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ അത്ഭുതകരമായിട്ട് കടന്നു വരും, നിന്നിൽ അത്ഭുത ശക്തി വെളിപ്പെടുത്തും. ഈ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഈ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നിന്റെ ജീവിതത്തെ കത്തിച്ചാമ്പലാക്കുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ, നിന്റെ ദുശീലങ്ങളെ കത്തിച്ചാമ്പലാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി, നിന്റെ ജീവിതത്തിലെ തഴക്ക ദോഷങ്ങളുടെ മേൽ കടന്നു വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നിന്റെ കുടുംബത്തിലേക്ക് ഈ നിമിഷം പറന്നിറങ്ങട്ടെ. 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ സമയത്ത് ആഗ്രഹിക്കണം, ആത്മാവെ അഗ്നിയായി നിറയണമേ. പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുകളടച്ച് 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീട് മനസ്സിൽ കണ്ടേ, നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം മനസ്സിലൊന്ന് കണ്ടേ, ആ വീടിന് ചുറ്റും ഒന്ന് മനസ്സിലൊന്ന് നടക്കുന്നതായിട്ടൊന്ന് കണ്ടേ, ആ വീട്ടിലെ ഓരോ മുറികളിലൂടെയും ഈ സമയത്തൊന്ന് നടന്ന് പ്രാർത്ഥിച്ചേ. നിന്റെ അടുക്കള, നീ കിടക്കുന്ന മുറി, നിന്റെ വിശ്രമ സ്ഥലം, നിന്റെ വീട്ടിലെ ഓരോ സ്ഥലത്തും ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കാൻ പോകുന്ന സമയമാണ്. ആത്മാവ് അഗ്നിയായിട്ട് പറന്നിറങ്ങാൻ പോകുന്ന സമയമാണ്. അതുകൊണ്ട് നീ ഭാരപ്പെടണ്ട. നിന്റെ വീടിന് ചുറ്റും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിന്മയുടെ പീഡ നിന്റെ വീട്ടിലുണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ മേഖലയിലേക്ക് ഈ നിമിഷം ഒരു അത്ഭുത ശക്തി പ്രവർത്തിക്കും. നിന്റെ കൃഷിയിടങ്ങളെ മനസ്സിൽ കാണണം. നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള കൃഷിയിടങ്ങൾ, പറമ്പ്, സ്ഥലം മനസ്സിൽ കാണണം. ഒരുപക്ഷെ സ്ഥലം വിറ്റ് പോകുന്നില്ല, സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു, ഒരു മണ്ണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു, വീട് പണി ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് തടസ്സങ്ങളുണ്ടാവും. ചിലപ്പോൾ പണം കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടിയിട്ടില്ല, ബാങ്കിൽ നിന്ന് ലോണ് ശരിയായില്ല, ചില സർട്ടിഫിക്കറ്റ് ശരിയായില്ല, ഇന്റർവ്യൂ പാസ്സായില്ല, വിദേശത്ത് പോകാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ശരിയാകുന്നില്ല, ഏജൻസിക്കാർ പറ്റിച്ചു, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ വീടും നിന്റെ പരിസര പ്രദേശങ്ങളും ഒരു കാരണവശാലും ഒരു തിന്മയും തൊടാതിരിക്കാൻ ദാനിയേല് പ്രാർത്ഥിച്ചിരുന്ന സ്ഥലത്തേക്ക് സ്വർഗത്തിന്റെ ദൂതൻ പറന്നിറങ്ങിയതുപോലെ നിന്റെ വീട്ടിലേക്ക് പറന്നിറങ്ങാൻ ഈ സമയം 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ദാഹത്തോടുകൂടെ ആത്മാവേ അഗ്നിയായിട്ട് പറന്നിറങ്ങണമേ. ഈ നിമിഷം പാപങ്ങളെ കത്തിച്ചാമ്പലാക്കട്ടെ. തഴക്ക ദോഷങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പറന്നിറങ്ങട്ടെ. ഒരു പുതിയ അഭിഷേകം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീട്ടിൽ സംഭവിക്കും. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീട്ടിൽ സംഭവിക്കും. കൈകൾ ഉയർത്തി ഒരൊറ്റ വിളി, എന്റെ ഈശോയേ. സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ആത്മാവേ അഗ്നിയായിട്ട് പറന്നിറങ്ങണമേ. മക്കളുടെ തെറ്റായ ജീവിതത്തെ സമർപ്പിച്ച് കൈയടിച്ച് ആത്മാവേ അഗ്നിയായിട്ട് പറന്നിറങ്ങട്ടെ. ആത്മാവേ അഗ്നിയായി നിറയണമേ. ആത്മാവേ യെസ് യെസ് റിയൽ ഫയർ. ആത്മാവേ അഗ്നിയായി നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ.
രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി. ആരാധന കർത്താവേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. ആരാധന കർത്താവേ, ആരാധന കർത്താവേ, ആരാധന കർത്താവേ. ആമേൻ, ആമേൻ, ആമേൻ. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, അഭിഷേകം ഈ കൂട്ടായ്മയിൽ കത്തി ജ്വലിക്കുന്ന ഒരു കൂട്ടായ്മയാണ് കേട്ടോ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ചോ. കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ മേലും, ഒന്നോ രണ്ടോ പേരല്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. യെസ്, യെസ്, നീ അത് ക്ലെയിം ചെയ്തോണം. നിന്നിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷമിക്കണ്ട, ഭാരപ്പെടേണ്ട. ദേ ഇന്ന കാര്യങ്ങളിൽ കർത്താവ് ഇടപെടുന്നു. ഈ ശുശ്രൂഷയിൽ നീ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി നിന്നിൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. നിന്നിൽ അത് സംഭവിക്കും. നമുക്ക് ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്താം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയം നമ്മൾ അത് ഏറ്റെടുക്കുകയാണ്. ഒരുപക്ഷെ ചിലരൊക്കെ ചിന്തിക്കും, ഞാൻ പല നോമ്പും എടുത്തതാ, ഞാൻ പല ത്യാഗപ്രവൃത്തി ചെയ്തതാ, എനിക്കൊന്നും ഉണ്ടായില്ല. അങ്ങനെയല്ല, നിന്നിലുണ്ടായി, നിനക്കത് മനസ്സിലായില്ല. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലാണ് നിന്നിൽ അത് സംഭവിക്കുന്നത്. വിശ്വസിക്കണം. യെസ് കർത്താവേ, ശരീരത്തിൽ ഒരു ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാനുള്ള തീരുമാനം. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. എനിക്കൊരു ആത്മീയ ബലം വേണം, ഒരു നിഷേധിയുടെ ചങ്കൂറ്റം വേണം. ഈ കാലഘട്ടത്തിലെ പല കാര്യങ്ങളോട് നോ പറയാനുള്ള ബലം വേണം. ആഗ്രഹിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒന്നു ചേർന്നു ദാസർ പാടാം ആരാധന, ഓസ്തിരൂപനേശുവേ ആരാധന. ഒന്നു ചേർന്നു ദാസർ പാടാം ആരാധന, രാജരാജനീശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ ദേശമുണർന്നാൽ